ജേർണലിംഗ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ എവിടെ നിന്ന് തുടങ്ങും, എങ്ങനെ തുടങ്ങും എന്ന ഒരു പിടിയില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. പലതരം ജേർണലിംഗ് മെത്തേഡ്സ് ഉണ്ടെങ്കിലും ഒരുപാട് പേർ ഫോളോ ചെയ്യാറുള്ള ബുള്ളറ്റ് ജേർണൽ എന്നൊരു ജേർണലിംഗ് മെത്തേഡിന്റെ ബേസിക് കോർ സ്റ്റെപ്സ് ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ അബ്സല്യൂട്ട് ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ചാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഒരുപാട് അഡ്വാൻസ്ഡ് സ്റ്റെപ്സ് ഒന്നും ഉണ്ടാവില്ല. അത് വേണേലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. റൈഡർ കാരലിന്റെ ദ ബുള്ളറ്റ് ജേർണൽ മെത്തേഡ് എന്ന ബുക്കിലൂടെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. സക്സസ്ഫുൾ ആയിട്ട് ജേർണലിംഗ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്റ്റാർട്ട് സിമ്പിൾ. ഒരുപാട് കാര്യങ്ങൾ ആദ്യം തന്നെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ജേർണലിംഗ് ഒരു ഓവർവെൽമിംഗ് ടാസ്ക് ആയിട്ട് തോന്നും. അങ്ങനെ ആകുമ്പോൾ അധികം നാൾ ചെയ്യാൻ പറ്റാതെ പാതി വഴിക്ക് വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്യും. അതിന് പകരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്ന ബുള്ളറ്റ് ജേർണലിന്റെ ബേസിക് സ്ട്രക്ചർ മനസ്സിലാക്കിയിട്ട് അത് മാത്രം ഒരു 2-3 മാസത്തേക്ക് ഫോളോ ചെയ്യുക. അങ്ങനെ ഡെയിലി കണ്ടിന്യൂസ് ആയി ചെയ്ത് അതൊന്ന് സെറ്റ് ആയതിനു ശേഷം അഡ്വാൻസ്ഡ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ആഡ് ചെയ്യാം. ആർട്ട് വർക്ക്സ് ആഡ് ചെയ്യാം, ട്രാക്കിങ്സ്, ലോഗ്സ്, അങ്ങനെ പല കാര്യങ്ങൾ ആഡ് ചെയ്യാവുന്നതാണ്. ബട്ട് അബ്സല്യൂട്ട് ബിഗിനേഴ്സ് ജസ്റ്റ് ഫോക്കസ് ഓൺ ഹൗ ടു ഗെറ്റ് സ്റ്റാർട്ടഡ്. ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇന്ന് തന്നെ വേണമെങ്കിലും നിങ്ങൾക്ക് ബുള്ളറ്റ് ജേർണൽ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അതിനിപ്പോ ഒരു വർഷത്തിന്റെ തുടക്കമോ ഒരു മാസത്തിന്റെ തുടക്കമോ ഒന്നും ആവണമെന്നില്ല. ഓൾസോ ബുള്ളറ്റ് ജേർണൽ ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ഡോട്ടർ ജേർണലാണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതല്ലാതെ ലൈൻഡ് ജേർണൽസും ഉണ്ട്. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും സാധാ ഒരു നോട്ട്ബുക്ക് മതി ബുള്ളറ്റ് ജേർണൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ബുള്ളറ്റ് ജേർണലിന്റെ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കേണ്ട ഒരു മെയിൻ കാര്യമാണ് ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഓരോ കാര്യങ്ങളും നോട്ട്ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നത് ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ടാണ്. അതുപോലെ ബുള്ളറ്റ് ജേർണൽ ക്യാൻ ബി യൂസ് ഫോർ എനിത്തിങ്. നോട്ട്സ് എടുക്കാനോ, ടു ഡു ലിസ്റ്റ് ഇടാനോ, ഗ്രോസറി ലിസ്റ്റ്, മെഡിക്കൽ ലിസ്റ്റ്, ഇമ്പോർട്ടന്റ് ഇവന്റ്സ് എന്തെങ്കിലും നോട്ട് ചെയ്യാന്, ഹാബിറ്റ് ട്രാക്കിംഗ്, റീഡിംഗ് ലോഗ്, ഗ്രാറ്റിറ്റ്യൂഡ് ലോഗ്, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇറ്റ്സ് ലൈക്ക് ഓൾ ഇൻ വൺ പ്ലേസ്. അതുകൊണ്ട് ഓരോ ടൈപ്പ് ആക്ടിവിറ്റിക്കും പല രീതിയിലെ ബുള്ളറ്റ് മാർക്സ് ആണ് യൂസ് ചെയ്യുന്നത്. കുറച്ചൊന്ന് ശീലമാകുന്നത് വരെ ഓരോ ബുള്ളറ്റ് മാർക്സും എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് ഫസ്റ്റ് തന്നെ എഴുതി വെക്കുന്നത് ഹെൽപ്ഫുൾ ആകും. സോ ബിഗിനേഴ്സ് ഫസ്റ്റ് നോട്ട്ബുക്ക് എടുത്തിട്ട് അതിന്റെ ഫസ്റ്റ് പേജ് അതിനായിട്ട് യൂസ് ചെയ്യാം. ഇതുപോലെ ആ പേജിന് കീസ് എന്ന് പേരിട്ട് അതിന് താഴെ ഓരോന്നായി ലിസ്റ്റ് ചെയ്യാം. കോമൺ ആയി യൂസ് ചെയ്യുന്ന കുറച്ച് ബുള്ളറ്റ്സ് ആണ് നോട്ട്, ഇവന്റ്, ടാസ്ക്, മൈഗ്രേറ്റഡ് ടാസ്ക്, സ്കെഡ്യൂൾ ടാസ്ക്, കംപ്ലീറ്റഡ് ടാസ്ക്, ഇറലവന്റ് ടാസ്ക്, ഇമ്പോർട്ടന്റ് ടാസ്ക്. ഇതിന് പുറമെ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഐഡിയ, ഗ്രാറ്റിറ്റ്യൂഡ്, എക്സാം, അങ്ങനെ എന്ത് വേണമെങ്കിലും. ഇറ്റ്സ് അപ് ടു യു. ഇങ്ങനെ കീസ് ആഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബുള്ളറ്റ് ജേർണലിന്റെ ഫസ്റ്റ് കോർ സ്റ്റെപ്പിലോട്ട് കിടക്കുന്നത്. ഇൻഡെക്സ് പേജ്. ബുള്ളറ്റ് ജേർണൽ ഓൾ ഇൻ വൺ പ്ലേസ് ആയതുകൊണ്ട് പല കാര്യങ്ങളും നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യും. സോ അതൊക്കെ പിന്നീട് ഈസി ആയിട്ട് റെഫർ ചെയ്യണമെങ്കിൽ ഈ ഇൻഡെക്സ് പേജ് ഹെൽപ്പ് ചെയ്യും. ഇത് മറ്റൊന്നുമല്ല, ജസ്റ്റ് ഓരോ സെക്ഷൻസിന്റെ പേജ് നമ്പർ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നു. സെയിം ലൈക്ക് വി സീ ഇൻ ബുക്സ്. സോ ഇനി അങ്ങോട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ കളക്ഷൻസിന്റെയും പേര് എഴുതിയിട്ട് അത് ഏത് പേജിലാണ് എന്ന് നോട്ട് ചെയ്യുക. സോ ഇത് ഒരു ഓൺഗോയിങ് പ്രോസസ് ആണ്. നേരത്തെ കൂട്ടി ചെയ്യേണ്ട കാര്യമില്ല. ഓരോ ഡിഫറെന്റ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഇൻഡെക്സ് പേജിൽ വന്നിട്ട് അപ്ഡേറ്റ് ചെയ്താൽ മതിയാവും. ഇനി നമുക്ക് സെക്കൻഡ് കോർ സ്റ്റെപ്പിലോട്ട് കിടക്കാം. ഫ്യൂച്ചർ ലോഗ്. ഫ്യൂച്ചർ ലോഗ് എന്താണെന്നാൽ ഫ്യൂച്ചർ മന്ത്സിനെ ഒന്ന് മുൻകൂട്ടി കണ്ടിട്ട് അത് റെക്കോർഡ് ചെയ്യുന്ന പരിപാടി. അതിപ്പോ വർഷത്തിന്റെ തുടക്കത്തിലാണെങ്കിൽ ഫെബ്രുവരി മുതൽ കുറച്ച് മാസത്തേക്ക് ലോഗ് ചെയ്യാം. അതല്ല വർഷത്തിന്റെ ഇടയിൽ വെച്ചാണെങ്കിൽ ഏത് മാസം മുതലാണോ തുടങ്ങുന്നത് അതിന്റെ അടുത്ത മാസം മുതൽ കുറച്ച് മാസത്തിലോട്ട് ലോഗ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഏപ്രിൽ മന്തിലാണെങ്കിൽ മെയ് മന്ത് ഓൺവേർഡ്സ് കുറച്ച് മാസത്തിലോട്ട് ലോഗ് ചെയ്യാം. ഇവിടെ കുറച്ച് മാസങ്ങൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ ഈ ബുള്ളറ്റ് ജേർണലിന് വേണ്ടി വാങ്ങിക്കുന്ന മിക്ക ഡോട്ടർ ജേർണൽസിലും പേജുകൾ കുറവായിരിക്കും. അതുകൊണ്ട് ചിലപ്പോൾ ഒരു വർഷം ഫുള്ള് ഒരു ബുക്കിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ടോട്ടലി ഡിപെൻഡ്സ് ഓൺ ഹൗ മച്ച് കണ്ടന്റ് യു ആർ ആഡിങ്. അത് മാത്രമല്ല ചിലര് ക്വാർട്ടർലി പ്ലാൻസ്, ഹാഫ് ഇയർലി പ്ലാൻസ് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ബേസ്ഡ് ഓൺ യുവർ നീഡ് കുറച്ച് മാസത്തിലോട്ടുള്ള ലോഗ് ഫ്യൂച്ചർ ലോഗിൽ ആഡ് ചെയ്യാം. ഇനി ഇത് എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ഇൻഡെക്സ് പേജ് കഴിഞ്ഞതും അടുത്ത സ്പ്രെഡ് എടുത്തിട്ട് ഫ്യൂച്ചർ ലോഗ് എന്ന് എഴുതുക. അതിൽ ഓരോ മാസത്തിനും നമുക്ക് ഒരു സ്പേസ് കരുതണം. ഇത് ചെറിയൊരു സ്പേസ് ആയാൽ മതി. അതല്ലാതെ 30 ദിവസത്തിനും കരുതേണ്ട കാര്യമില്ല. അത് നമുക്ക് അടുത്ത സെക്ഷനിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. പലതരത്തിൽ ആഡ് ചെയ്യാം. either ഇതുപോലെ ബോക്സസ് ആയിട്ടോ അല്ലെങ്കിൽ പേജ് സ്പ്ലിറ്റ് ചെയ്ത് ഓരോ മാസമായിട്ടോ ഒക്കെ എഴുതാം. ഇതാണ് ഫ്യൂച്ചർ ലോഗിന്റെ ലേഔട്ട്. ഇനി ഇതിൽ എന്ത് ഇൻഫർമേഷൻ ആണ് എഴുതേണ്ടത് എന്ന് നോക്കാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്യൂച്ചർ മന്ത്സ് കുറച്ചൊന്ന് ഫോർസി ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഇവന്റ്സ്, ടാസ്ക് ഒക്കെ എഴുതുക. അത് ആരുടെങ്കിലും ബർത്ത്ഡേസ് ആകാം, എന്തെങ്കിലും പ്ലാൻഡ് ടാസ്ക് കംപ്ലീഷൻ ആവാം, ഓർ എന്തെങ്കിലും ഇവന്റ്സ് ആവാം, ഓർ എക്സാംസ്, എന്തെങ്കിലും പ്ലാൻഡ് ട്രിപ്സ്, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. ഓർക്കുമ്പോൾ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ അതാത് മാസം നോട്ട് ഡൗൺ ചെയ്യാം. നോട്ട് ചെയ്യുമ്പോൾ നമ്മൾ കീ പേജിൽ ഇൻക്ലൂഡ് ചെയ്ത് ബുള്ളറ്റ് പോയിന്റ്സ് റെഫർ ചെയ്ത് അതുപോലെ ചെയ്യാം. ഫ്യൂച്ചർ ലോഗിൽ ഫില്ല് ചെയ്യുന്നതെല്ലാം ഒരു വൺ ടൈം പ്രോസസ് അല്ല. ആദ്യം നമ്മളിങ്ങനെ ആലോചിച്ച് ചെയ്താലും പിന്നീട് ഇടയിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതെങ്ങനെയെന്ന് അടുത്ത സെക്ഷൻസിലൊക്കെ നമുക്ക് നോക്കാം. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ തേർഡ് കോർ സ്റ്റെപ്പ് ഓഫ് ബുള്ളറ്റ് ജേർണൽ, മന്ത്ലി ലോഗ്. ഫ്യൂച്ചർ ലോഗ് കഴിഞ്ഞതും അടുത്ത സ്പ്രെഡിൽ നമുക്ക് മന്ത്ലി ലോഗ് ആഡ് ചെയ്യാം. അത് ഓരോ മാസത്തിന്റെ തുടക്കത്തിലും റിപ്പീറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എഗെയിൻ മന്ത്ലി ലോഗും പല രീതിയിൽ
രീതിയിൽ ചെയ്യാം. കലണ്ടർ പോലെ വരച്ചിട്ടോ പല തീംസ് യൂസ് ചെയ്തോ കളേഴ്സ് സ്റ്റിക്കേഴ്സ് എല്ലാം യൂസ് ചെയ്ത് ഭംഗിയാക്കാം. ബട്ട് ഫോർ സിംപ്ലിസിറ്റി ആൻഡ് ഓൾസോ ഇത് തുടക്കക്കാർക്ക് ഓവർവെൽമിംഗ് ആയി തോന്നാതിരിക്കാനും ജസ്റ്റ് സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു മന്ത്ലി ലോഗ് ടെംപ്ലേറ്റ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. സിമ്പിൾ ആണ്. ജസ്റ്റ് മാസത്തിന്റെ പേര് എഴുതുക, എന്നിട്ട് ഓരോ ഡേറ്റ്സ് ഇങ്ങനെ വരി വരിയായി എഴുതുക. ഒപ്പം ഇതുപോലെ ഡേ ഏതാണെന്ന് ഫസ്റ്റ് ലെറ്റർ കൂടി എഴുതാം. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. അത്രേ ഉള്ളൂ. ഇതാണ് മന്ത്ലി ലോഗിന്റെ ടെംപ്ലേറ്റ്. ഇത് ഓരോ മാസം തുടങ്ങുമ്പോഴും റിപ്പീറ്റ് ചെയ്യുക. ഇനി എന്താണ് ഇതിൽ ആഡ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഫസ്റ്റ് മന്ത് ഫില്ല് ചെയ്യുമ്പോൾ ജസ്റ്റ് ഈ മാസത്തെ ഇവന്റ്സ്, പ്ലാൻഡ് ഓർ സ്കെഡ്യൂൾഡ് ടാസ്ക് അതാത് ഡേറ്റിന് നേരെ ഷോർട്ട് ആയിട്ട് എഴുതാം. അടുത്തടുത്ത മാസങ്ങൾ ഫില്ല് ചെയ്യുമ്പോൾ ഫ്യൂച്ചർ ലോഗ് സ്പ്രെഡിൽ നോക്കിയിട്ട് അതിൽ ആ മാസത്തിലെ കാര്യങ്ങൾ മന്ത്ലി ലോഗിലോട്ട് എഴുതാം. ബേസിക്കലി ഇത് നമുക്ക് നമ്മുടെ ഓരോ മാസത്തിന്റെ ഒരു ബിഗ് പിക്ചർ തരുന്നത് പോലെയാണ്. ഇത് ഡെയിലി ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിനെക്കുറിച്ച് നെക്സ്റ്റ് സെക്ഷനിൽ ഡീറ്റെയിൽഡ് ആയി പറയാം. അപ്പൊ ഇത്രേ ഉള്ളൂ മന്ത്ലി ലോഗ്. ഇനി അടുത്ത കോർ സ്റ്റെപ്പ് ആണ് ഡെയിലി ലോഗ്. യൂഷ്വലി ചിലരൊക്കെ ഡെയിലി ലോഗിന് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള സ്പേസസ് കൊടുക്കാറുണ്ട്. ലൈക്ക് ബോക്സസ് ആയിട്ടോ പേജ് സ്പ്ലിറ്റ് ചെയ്തിട്ടോ ഒക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ ഈ ബുക്കിന്റെ ഓഥർ റൈഡർ കാരൽ എന്താണ് പറയുന്നത് വെച്ചാൽ ഡെയിലി ലോഗിന് പ്രീ ഡിഫൈൻഡ് സ്പേസ് കൊടുക്കേണ്ട കാര്യമില്ല. ഓരോ ദിവസവും ഓരോ പോലെ ആവും. ചില ദിവസങ്ങളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതാനുണ്ടാവും, ചില ദിവസങ്ങളിൽ അത്ര എഴുതാനായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഡെയിലി ലോഗിന് പ്രീ ഡിഫൈൻഡ് സ്പേസ് ഒന്നും കൊടുക്കാതെ അപ്പൊ ഓരോ കാര്യങ്ങളായിട്ട് ആഡ് ചെയ്യാം. ഇതുപോലെ ഡേ ഏതാണെന്ന് എഴുതാം വിത്ത് ഡേറ്റ്. ഇതാണ് ടെംപ്ലേറ്റ്. ഇനി ഇതിൽ ആ ദിവസത്തെ കാര്യങ്ങൾ ഫില്ല് ചെയ്യാം. ഫസ്റ്റ് മെയിൻ ആയിട്ട് ആ ദിവസം ചെയ്തു തീർക്കാനായിട്ടുള്ള ടാസ്ക് ഒക്കെ എഴുതാം. എന്തെങ്കിലും പരിപാടികളിൽ പങ്കെടുക്കാനുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം യൂസിംഗ് ദ കറക്റ്റ് ബുള്ളറ്റ്സ് ഫ്രം ദ കീ പേജ്. ഇതിന് പുറമെ ഡെയിലി ലോഗില് റാപ്പിഡ് ലോഗിംഗ് എന്നൊരു മെത്തേഡ് യൂസ് ചെയ്തും ഡെയിലി തിങ്സ് ലോഗ് ചെയ്യാം. ഈ റാപ്പിഡ് ലോഗ് എന്താണെന്നാൽ ആഡ് ഹോക്ക് ആയിട്ട് അപ്പപ്പോ വരുന്ന കാര്യങ്ങൾ ലോഗ് ചെയ്യുക. ഈ നോട്ട്ബുക്ക് നിങ്ങളുടെ കൂടെ എപ്പോഴും കരുതുക. ഫോർ എക്സാമ്പിൾ ഇൻ കേസ് ഒരു ഫ്രണ്ട് ഒരു പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്തു, അത് മൈൻഡിൽ തന്നെ വെച്ചോണ്ടിരിക്കാതെ ജസ്റ്റ് ഡെയിലി ലോഗിൽ എഴുതുക വിത്ത് ദ ഡേറ്റ് ഓഫ് ദ പാർട്ടി. അതുപോലെ കുട്ടികളുടെ സ്കൂളിലെ ഒരു സയൻസ് ഫെയറിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഷോപ്പ് ചെയ്യാനുണ്ട്, ഒരു ഡോക്ടർ അപ്പോയിന്റ്മെന്റ് എടുക്കാനുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിൽ തോന്നുമ്പോൾ ജസ്റ്റ് ഡെയിലി ലോഗിലോട്ട് റാപ്പിഡ് ലോഗ് ചെയ്തു വരിക. ഇതാണ് ഡെയിലി ലോഗ്. പക്ഷെ ഡെയിലി ലോഗിനെ കുറിച്ച് പറയുന്നത് ഇവിടം വെച്ച് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻകംപ്ലീറ്റ് ആവും. ഡെയിലി ലോഗ് ആൻഡ് റാപ്പിഡ് ലോഗിംഗ് എന്ന പ്രോസസ്സിന്റെ ബെനിഫിറ്റ് ഫുള്ളായി കിട്ടണമെങ്കിൽ നമ്മൾ ഈ ദിവസം തുടങ്ങിയത് മുതൽ ദിവസം തീരുന്നത് വരെ എഴുതി വന്ന കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് ഈ വീഡിയോന്റെ നെക്സ്റ്റ് പാർട്ടിൽ ഞാൻ പറയാൻ പോകുന്നത്. ബുള്ളറ്റ് ജേർണലിന്റെ 4 കോർ പാർട്സ് ഇത്രേ ഉള്ളൂ: ഇൻഡെക്സ്, ഫ്യൂച്ചർ ലോഗ്, മന്ത്ലി ലോഗ്, ഡെയിലി ലോഗ്. ഈ 4 പാർട്സിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ബുള്ളറ്റ് ജേർണൽ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഡെയിലി ലോഗില് ലോഗ് ചെയ്ത കാര്യങ്ങളൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, ഡെയിലി ജേർണലിംഗ് എപ്പോഴാണ് ചെയ്യേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രോസസ് ആണ് റിഫ്ലക്ഷൻസ്. ഓഥർ ഈ ബുക്കില് 2 ടൈപ്പ് ഓഫ് റിഫ്ലക്ഷനെ കുറിച്ചാണ് പറയുന്നത്: AM റിഫ്ലക്ഷൻ ആൻഡ് PM റിഫ്ലക്ഷൻ. AM റിഫ്ലക്ഷൻ ഇസ് എ ടൈം ടു പ്ലാൻ. രാവിലെ എണീറ്റ് മെയിൻ ജോലി തുടങ്ങുന്നതിന് മുമ്പ് കുറച്ചു നേരം ഈ ബുള്ളറ്റ് ജേർണൽ എടുത്തിരിക്കുക. എന്നിട്ട് ഡെയിലി ലോഗിൽ ഇന്ന് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതുക. അതിനോടൊപ്പം മൈൻഡിൽ വരുന്ന തോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഇതിൽ ഡംപ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് മൈൻഡ് ക്ലിയർ ആക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ക്ലാരിറ്റി കിട്ടി ആ ദിവസത്തിലെ പ്രയോറിറ്റീസ് ആൻഡ് പ്ലാൻസ് ഒക്കെ മനസ്സിലാക്കി ഫുൾ ഫോക്കസ്ഡ് ആയിട്ട് ഇരുന്ന് പ്രോഗ്രസ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് AM റിഫ്ലക്ഷൻ. ഇത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ആഡോക്ക് ആയിട്ട് മനസ്സിൽ വരുന്ന തോട്ട്സ് അല്ലെങ്കിൽ പുതിയ റിക്വസ്റ്റുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റാപ്പിഡ് ലോഗിംഗ് ചെയ്യാവുന്നതാണ്. പ്രോപ്പർ കീസ് യൂസ് ചെയ്യുക, ഷോർട്ട് ആയിട്ട് എഴുതുക, അതിനധികം സമയം കളയേണ്ട കാര്യമില്ല. ഇനി ഇതൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം കഴിയുമ്പോൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് PM റിഫ്ലക്ഷൻ. PM റിഫ്ലക്ഷൻ ഇസ് എ ടൈം ടു റിവ്യൂ. AM റിഫ്ലക്ഷൻ ഒരു ദിവസം പ്ലാൻ ചെയ്ത് ചാർജപ്പ് ആയിട്ട് തുടങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്യുമെങ്കിൽ PM റിഫ്ലക്ഷൻ ആ ദിവസം റിവ്യൂ ചെയ്ത് ഡേ അൺവൈൻഡ് ചെയ്ത് ആൻസൈറ്റി ആൻഡ് സ്ട്രെസ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. PM റിഫ്ലക്ഷന്റെ ടൈമിൽ റിലാക്സ് ആയിരുന്ന് ഡെയിലി ലോഗ് ഒന്ന് റീവിസിറ്റ് ചെയ്യുക. ചെയ്ത് തീർത്ത ടാസ്ക് ഒക്കെ ക്രോസ് ഔട്ട് ചെയ്യാം. അതുപോലെ അൺഫിനിഷ്ഡ് ടാസ്ക് നെക്സ്റ്റ് ഡേയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാം യൂസിംഗ് ദ സിമ്പിൾ ഫ്രം കീസ്. ഇനി ഏതെങ്കിലും ടാസ്ക് ഓർ ഇവന്റ്സ് ഫ്യൂച്ചറിലേക്ക് സ്കെഡ്യൂൾ ചെയ്യാനാണെങ്കിൽ അത് ഫ്യൂച്ചർ ലോഗിലോട്ട് അതാത് മന്തിൽ എഴുതാം. എഴുതിയതിനു ശേഷം ഡെയിലി ലോഗിൽ ആ ടാസ്കിന് നേരെ സ്കെഡ്യൂൾ ടാസ്കിന്റെ സിമ്പിൾ ആഡ് ചെയ്യാം. ഇങ്ങനെ സിമ്പിൾസ് ആഡ് ചെയ്യുമ്പോൾ ഇറ്റ് മീൻസ് വി ഹാവ് ടേക്കൻ കെയർ ഓഫ് ദാറ്റ് എൻട്രി എന്നതാണ്. അതുപോലെ ഇങ്ങനെ PM റിഫ്ലക്ഷന്റെ ടൈമിൽ ഏതെങ്കിലും ആക്ടിവിറ്റി ഒരുപാട് ദിവസം അൺകംപ്ലീറ്റ് ആവാതെ മൈഗ്രേറ്റ് ചെയ്തോണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇസ് ഇറ്റ് റിയലി റെലവന്റ് എന്ന് ചിന്തിച്ച് നോക്കിയിട്ട് ഇറലവന്റ് ആണെങ്കിൽ ഇറലവന്റ് ടാസ്ക് ആക്കി മാറ്റാം. ബേസിക്കലി ഡെയിലി ലോഗിലെ ഓരോ എൻട്രിയും ഒന്ന്
വിശകലനം ചെയ്യുക. ഇങ്ങനെ ഡെയിലി ചെയ്യുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ പ്രോഗ്രസ് ആവുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ പറ്റും. അതുപോലെ മൈൻഡിൽ അധികം കാര്യങ്ങളൊക്കെ ഇട്ട് കുഴപ്പിക്കാതെ അതൊക്കെ നമുക്ക് ഇതിൽ ഡംപ് ചെയ്യാനായിട്ടും പറ്റും. ഈ സമയം ഡെയിലി ലോഗിന്റെ എൻഡില് ഗ്രാറ്റിറ്റ്യൂഡ് ലോഗ് ചെയ്യാം. അതായത് ഇന്നത്തെ ദിവസം നിങ്ങൾ താങ്ക്ഫുൾ ആയ കാര്യങ്ങൾ എഴുതുക. ഇതൊക്കെ ആ ദിവസത്തെ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെയാണ് ഡെയിലി ലോഗ് ചെയ്യുന്നതും റാപ്പിഡ് ലോഗിംഗ് ചെയ്ത ആക്ടിവിറ്റീസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നതുമല്ല. സോ ഡെയിലി ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ മന്ത് എൻഡ് ആകുമ്പോൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് മന്ത്ലി മൈഗ്രേഷൻ. അത് PM റിഫ്ലക്ഷന് സിമിലർ ആണ്, ബട്ട് ഹിയർ വി ഗോ ത്രൂ ദ ഹോൾ മന്ത്. മാസം കഴിഞ്ഞതും ആ മന്തിലെ എല്ലാ ഡെയിലി ലോഗ്സും ഒന്ന് ഓടിച്ചു നോക്കുക. ടേക്ക് കെയർ ചെയ്യാതെ വിട്ടുപോയ ആക്ടിവിറ്റീസ് ഉണ്ടോ, അതുപോലെ ഏതെങ്കിലും ഇറലവന്റ് ആക്ടിവിറ്റി ഉണ്ടോ, അതൊക്കെ മനസ്സിലാക്കി ഓരോ എൻട്രിക്ക് അത് പ്ലേസ് കൊടുക്കുക. അതാണ് മന്ത്ലി മൈഗ്രേഷൻ. ഇങ്ങനെ മന്ത്ലി മൈഗ്രേഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് മന്തിന്റെ മന്ത്ലി ലോഗ് നേരത്തെ പറഞ്ഞതുപോലെ തുടങ്ങി ജേർണലിംഗ് കണ്ടിന്യൂ ചെയ്യുക. അതുപോലെ ഇടയ്ക്ക് ഇൻഡെക്സ് പേജ് അപ്ഡേറ്റ് ചെയ്യാനും ഓർക്കുക. അപ്പൊ ഇത്രയുള്ള ബുള്ളറ്റ് ജേർണൽ ഒന്ന് തുടങ്ങി കിട്ടാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. അബ്സല്യൂട്ട് ബിഗിനേഴ്സിന് ചിലപ്പോൾ ഇതെല്ലാം കൂടി കേട്ടിട്ട് ഇത്തിരി ഓവർവെൽമിംഗ് ആയി തോന്നും. പക്ഷെ ഈ ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്തു തുടങ്ങുക. ഒരു 2-3 മാസം കണ്ടിന്യൂസ് ആയി ചെയ്യുമ്പോഴേക്കും ഒരു ഫ്ലോ കിട്ടും. അപ്പൊ ഇതൊക്കെ സിമ്പിൾ ആയി തോന്നും. അങ്ങനെ ഒന്ന് സെറ്റ് ആയതിനു ശേഷം ബുള്ളറ്റ് ജേർണലിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് രീതികൾ ലൈക്ക് ഗോൾ ട്രാക്കിംഗ്, ഹാബിറ്റ് ട്രാക്കിംഗ് ഇതൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം കൂടി ഫസ്റ്റേ തുടങ്ങി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. സോ സ്റ്റാർട്ട് സ്ലോ ആൻഡ് സിമ്പിൾ. ഇനി ഈ ട്രാക്കിംഗ് ഒക്കെ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബുള്ളറ്റ് ജേർണലിംഗ് തുടങ്ങണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കമന്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഓൾസോ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പം ധാരാളം ബുക്സ് വായിക്കുക. ബിക്കോസ് ബുക്സ് ആർ മാജിക്കൽ. സോ കീപ് ഓൺ റീഡിംഗ്. ബൈ.